ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് കൂടി വന്നിരിക്കുന്ന ദൈവജനത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദൻ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയെ ആശീർവദിക്കുകയാണ്. 2 കൊരിന്ത്യ ലേഖനം 13-ാം അധ്യായം 14-ാം വാക്യം. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഈ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 33-ാം വാക്യം. നിങ്ങൾക്കറിയാം, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം സിഹിയോൻ മാളികയിൽ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതായ അതിമഹത്തായ സംഭവം നടക്കുന്നതാണ്. അന്നവിടെ കൂടി വന്നിരുന്നവർ 120 പേരാണ്. അവർ ആത്മാവിൽ നിറഞ്ഞു. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. അവർ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. അവർ ദൈവത്തെ വാഴ്ത്തിപ്പാടി സ്തുതിക്കാൻ തുടങ്ങി. ആ സ്തുതിഘോഷം, അന്നുവരെയും ജനം കേട്ടിട്ടില്ലാത്തതായ ആ സമൂഹ സ്തുതിഘോഷം അന്ന് യെരുശലേമിൽ മുഴങ്ങി. അത് കേട്ടുകൊണ്ട് അനേക ആളുകൾ ഓടിക്കൂടി. യെരുശലേമിൽ തിങ്ങിപ്പാർക്കുന്ന ഇസ്രായേൽ ജനം, വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന് പാർക്കുന്നവരായ ജനം. അന്നത്തെ കാലത്ത് ഭക്തിയുള്ള മനുഷ്യൻ, യഹൂദൻ, എവിടെയായിരുന്നാലും അവൻ അല്പം തുണ്ടുഭൂമിയെങ്കിലും യെരുശലേമിൽ വാങ്ങും. വലിയ വിലയാണ് അവിടെ. വലിയ വില കൊടുത്ത് ചെറിയ തുണ്ടുഭൂമി വാങ്ങി അവിടെ ഒരു വീട് വെച്ച് പാർക്കുക ഒരു ഭക്തിയുടെ ലക്ഷണമായി യഹൂദൻ കരുതിയിരുന്നു. അങ്ങനെ ആ യെരുശലേമിൽ മുഴുവൻ തിങ്ങി നിറഞ്ഞ ആളുകളാണ്. അവർ ഈ അത്യപൂർവമായ ശബ്ദം കേട്ട്, പരിശുദ്ധാത്മ നിറവിൻ്റേതായ സ്തുതിഘോഷം കേട്ട് ഓടിക്കൂടിയ ജനത്തോട് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 33-ാമത്തെ വാക്യം. അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ആരോഹണം ചെയ്തു പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങളീ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. നിങ്ങളെ കേൾക്കുന്ന കരഘോഷം എന്താണ്? നിങ്ങളെ കേൾക്കുന്ന ആർപ്പുവിളി എന്താണ്? നിങ്ങളെ കേൾക്കുന്നതായ നിങ്ങൾ ഇതുവരെയും കേട്ടിട്ടില്ലാത്തതായ മനോഹരമായ സ്തുതിഘോഷം ഇതെന്താണ്? കർത്താവായ യേശു ക്രിസ്തു, നിങ്ങളുടെ ഇടയിൽ 33 വർഷം ജീവിച്ചവനായ യേശു, അവൻ ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ പിതാവിൻ്റെ വലത്ത് ഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങളീ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ സ്തോത്ര സ്തുതികളാണ്. ഇതൊരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതായ മനോഹരമായ രംഗമാണ്. അതാണ് നിങ്ങൾ കാണുന്നത്. ഇത് ഞങ്ങൾക്കാർക്കും ഒരു പങ്കുമില്ല. പ്രിയപ്പെട്ടവർ, ഇത് നിങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർത്ത് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അയച്ചിരുന്നതാണ്. പിതാവിനോട് വാങ്ങി അയച്ചിരുന്നതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അത് പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ദൈവത്തിൻ്റെ സ്തോത്രം. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ ഇതാണ് ഓരോ വിശ്വാസിയുടെയും പ്രത്യാശ. ഓരോ വിശ്വാസിയും കാത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അവൻ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവൻ മുട്ടുമടക്കിയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, കുടുംബ പ്രാർത്ഥനയിൽ പോലും നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചേർത്തിരുത്തി, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചേർത്തിരുത്തി പരിശുദ്ധാത്മ നിറവിന് വേണ്ടി പ്രാർത്ഥിപ്പിക്കാൻ നിങ്ങളെ അഭ്യസിപ്പിക്കേണ്ടതാണ്. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ടതാണ്. നാം അതാണ് വായിച്ചു കേട്ടത്. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ, ധ്യാനിക്കുന്ന ആത്മാവേ, ഇത് ശ്രദ്ധിക്കുന്ന ദൈവാത്മാവേ, നീ ഈ സത്യം അനുഭവിച്ചിട്ടുണ്ടോ? ഈ ആത്മാവ് നിന്റെ മേൽ ഇറങ്ങുന്നതും ആവശ്യിക്കുന്നതും, ഈ ആത്മാവ് നിന്നിൽ പരിവർത്തനം വരുത്തുന്നതും, നിന്നെ ഉപദേശിച്ചു തരുന്നതും, നിന്നെ സത്യത്തിൽ കൈപിടിച്ച് വഴിനടത്തുന്നതും നിൻ്റെ അനുഭവമായി തീർന്നിട്ടുണ്ടോ? ഒരു കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ നഗ്നമായ സത്യമാണ്. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴിനടത്തും. വഴി തെറ്റിപ്പോവുകയില്ല. അവൻ നിന്നെ കൈവിടുകയില്ല. അവൻ നിന്നെ വീഴാൻ സമ്മതിക്കുകയില്ല. അവൻ അടുത്താത്തൊരു ചിന്ത വരാൻ സമ്മതിക്കുകയില്ല. സമ്പൂർണ്ണ നിയന്ത്രണം അവൻ്റേതായിരിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും കൊച്ചുമക്കളെ കയ്യിൽ പിടിച്ചുകൊണ്ട് പട്ടണത്തിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ നിങ്ങളെ കുഞ്ഞിനെ കൈവിടുമോ? ആ കുഞ്ഞ് റോഡിനടുക്കിലേക്ക് ഓടാൻ നിങ്ങൾ വിട്ടുകൊടുക്കുമോ? ഇല്ലല്ലോ പ്രിയപ്പെട്ടവർ. അതിനേക്കാൾ എത്രയോ സ്നേഹവാനാണ് പരിശുദ്ധാത്മാവൻ ദൈവം. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴിനടത്തും. ദൈവത്തിൻ്റെ സ്തോത്രം. അവൻ സ്വയമായി സംസാരിക്കാറ്, താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ദൈവത്തിൻ്റെ സ്തോത്രം. അവനോട് സംസാരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവാൻ ദൈവമുണ്ട്. നിൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ആത്മാവിനോട് സംസാരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവാൻ ദൈവമുണ്ട്. ഈ ആത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശം കേൾക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശങ്ങൾ കേൾക്കുന്നു. നിങ്ങളെ അറിയിച്ചു തരുന്നു. അവൻ നിങ്ങൾക്ക് മുന്നറിയിപ്പുകൾ തരുന്നു. നീ അങ്ങോട്ട് നോക്കരുത്, നീ അങ്ങോട്ട് പോകരുത്, നീ വാ തുറക്കരുത്, നീ ഒരു വാക്ക് മിണ്ടരുത്, നിൻ്റെ കൈ അങ്ങോട്ട് നീളരുത്,
നിൻ്റെ കാലം കൊണ്ട് ഒരു ചൂട് പോലും പോകരുത് എന്ന് കൃത്യമായി പറഞ്ഞു തരുന്ന നിൻ്റെ ആത്മാവ്, ഈ ആത്മാവിന് സജീവമായി നല്ല ആരോഗ്യത്തോടെ നല്ല സൗഖ്യത്തോടെ നിങ്ങൾ കാത്തുകൊള്ളുവാൻ നിങ്ങൾ യോഗ്യതയുള്ളവരായി തീരേണ്ടതാണ്. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയും: പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നിങ്ങൾ ഹൃദയങ്ങളെ കാത്തു സൂക്ഷിക്കാറുണ്ടോ? നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അരുതാത്തതായ ആറൊന്നും കടന്നു വരാതെ നിങ്ങളെ തന്നെ കാക്കുന്നുണ്ടോ? ഇത് കാക്കേണ്ടത് ആരാണ്? അത് പരിശുദ്ധാത്മാവ്, ദൈവമാണ്. അതാണ് നാം വായിച്ചു കേട്ടത്. ദൈവത്തിൻ്റെ സ്നേഹം നാം തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നാം പറഞ്ഞു കേൾക്കാറുണ്ട്, നമുക്ക് ആശീർവാദം തരാറുണ്ട്, നാം പലരോടും പറയാറുണ്ട്. എന്നാൽ ഇത് എന്താണ് ദൈവത്തിൻ്റെ സ്നേഹം? ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെയാണ് ദൈവം പ്രകടിപ്പിക്കുന്നത്? ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. സ്തോത്രം. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. നാം നിസ്സാരരല്ല പ്രിയപ്പെട്ടവർ. നാം ഈ ലോകത്തിലെ ഇതികാലി മൃഗങ്ങളല്ല, വെറും ജീവികളെ പോലുള്ളവരല്ല. നാം ശ്രേഷ്ഠതയുള്ളവരാണ്. നാം ദൈവത്തെ വഹിക്കുന്നവരാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വഹിക്കുന്നവരാണ്. അവൻ്റെ ഹൃദയം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾക്ക് എത്ര പേർക്ക് ആ യാഥാർത്ഥ്യ ബോധമുണ്ട്? നിങ്ങൾ ഓരോരുത്തരും എത്രമാത്രം നിങ്ങളെ തന്നെ നിയന്ത്രിക്കാറുണ്ട്? നിങ്ങൾ ശാന്തമായി ഒന്ന് ചിന്തിക്കുമോ? നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ പെരുമാറ്റവും എല്ലാം ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണെന്നും എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുവെന്നും നിങ്ങളുടെ എത്ര പേർക്ക് ബോധ്യമുണ്ട്? അത് നാം തിരിച്ചറിയേണ്ടതാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞു: ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ദൈവത്തോടുള്ള സ്നേഹത്താൽ നമ്മൾ നിലനിർത്തുന്നത് ആരാണ്? പാപം കൂടാതെ നമ്മളെ കാക്കുന്നത് ആരാണ്? അപകടങ്ങളിലേക്ക് വിടാതെ വേണം നമ്മളെ സൂക്ഷിക്കുന്നത് ആരാണ്? എല്ലാം പരിശുദ്ധാത്മാവൻ ദൈവമാണ്. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ, സ്തോത്രം, അവൻ എൻ്റെ കാര്യസ്ഥനാണ്. സ്തോത്രം. എനിക്കറിയാം, പഴയ കാലത്തെ ജന്മിമാർ, വലിയ ജന്മിമാർ, അനേകം വസ്തുക്കളുണ്ട്. അത് എത്രയൊക്കെയാണ്, ഏതൊക്കെ സർവേ നമ്പറിലാണ്, എത്ര വിസ്തീർണം എത്രയാണ്, നിലമാണോ പുരയിടമാണോ, ഇതൊന്നും ജന്മിക്ക് അറിഞ്ഞുകൂടാ. ആ കാര്യങ്ങൾ അറിയാനായിട്ട് ആരെങ്കിലും ചെന്ന് സമീപിച്ചാൽ കാര്യസ്ഥനെ ഉടനെ വിളിക്കും. കാര്യസ്ഥനെല്ലാം ബൈഹാർട്ടാണ്, കാര്യസ്ഥനെല്ലാം പറഞ്ഞു തരും. പ്രിയപ്പെട്ടവർ, നാം എത്രയോ നിസ്സാരരാണ്, ശരിയാണ്. എന്നാൽ എനിക്കൊരു കാര്യസ്ഥനുണ്ട്. സ്തോത്രം, ദൈവത്തിൻ്റെ സ്തോത്രം. അത് ജന്മിയുടെ കാര്യസ്ഥനെ പോലെയല്ല, എൻ്റെ സർവസ്വവും വഹിക്കുന്ന എൻ്റെ യജമാനായ കാര്യസ്ഥൻ ആരാണ്? അത് പരിശുദ്ധാത്മാവൻ ദൈവമാണ്. ആ പരിശുദ്ധാത്മാവൻ ദൈവം എന്തു ചെയ്യും? പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങൾ സകല സത്യത്തിലും വഴിയെടുത്തും. അവൻ എന്നെക്കുറിച്ച് നിങ്ങളോട് സാക്ഷ്യം പറയും. കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കാൻ കൊള്ളാവുന്നവനാണെന്ന് പറഞ്ഞു തരുന്നത് പരിശുദ്ധാത്മാവൻ ദൈവമാണ്. ഈ സത്യം നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവർ? കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിലേക്ക് വിരൽ ചൂണ്ടി. പരിശുദ്ധാത്മാവാൻ ദൈവം ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നു. നിർമ്മലമായ സത്യമാണിത്. ദൈവത്തിൻ്റെ സ്തോത്രം. അതാണ് സ്നേഹം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ വചനം പ്രമാണിക്കും. സ്തോത്രം. ദൈവസ്നേഹത്താൽ നിറഞ്ഞു നിന്നാൽ നാം ദൈവത്തെ മാനിക്കും, നാം ദൈവത്തിനെ അനുസരിക്കും. ദൈവത്തിൻ്റെ അതിനുവേണ്ടി നമ്മുടെ ജീവനം വേർതിരിച്ച് വെക്കും. പരിശുദ്ധാത്മാവ് കാണിച്ചിരുന്നത് അത് തന്നെയാണ്. യേശുവിനെ നമുക്ക് കാണിച്ചു തരും. ദൈവവേദിലെ നിന്നെ നീതീകരിക്കുന്ന ഒരു യേശു ഉണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം. പാപം തൊടാത്ത ഒരുവനുണ്ട്, നിർമ്മല ഹൃദയമുള്ള ഒരുവനുണ്ട്. അവനിലേക്ക് നീ നോക്കുക, അവങ്കിലേക്ക് നീ പോവുക, അവനിലേക്ക് ലക്ഷ്യമിച്ചുകൊണ്ട് നടക്കുക. പരിശുദ്ധാത്മാവ് എപ്പോഴും യേശുവിലേക്ക് വിരൽ ചൂണ്ടും. സ്തോത്രം. പരിശുദ്ധാത്മാവാൻ ദൈവം യേശുവിലേക്ക് വിരൽ ചൂണ്ടും, യേശു പരിശുദ്ധാത്മാവിലേക്ക് വിരൽ ചൂണ്ടും. ഇതെപ്പോഴും നിങ്ങൾക്ക് കാണാം. അതിനെ മുഴുവൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം. നാം ചൂണ്ടുവലകളാണോ? നാം ചൂണ്ടുവലകളായി നിൽക്കാറുണ്ടോ? നശിക്കുന്ന ഈ തലമുറയിൽ, ദൈവത്തെ അറിയാതെ നിത്യനാശത്തിലേക്ക് ഓടുന്ന തലമുറയുടെ മധ്യത്തിൽ ഒരു ചൂണ്ടുവലകയായി നിൽക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവർ? സ്തോത്രം. നാം അങ്ങനെ നിൽക്കേണ്ടവരാണ്. പ്രതിഫലം സ്വർഗത്തിലുണ്ട്. നാം ഈ ഭൂമിയിലുള്ളവരല്ല, നാം സ്വർഗത്തിലെ പൗരന്മാരാണ്. പ്രതിഫലം നമുക്ക് അവിടെയാണ്, ഇവിടെയല്ല. ഇവിടെയുള്ള എല്ലാം കത്തി നശിക്കുന്നതാണ്. ഇവിടെയുള്ള ഒന്നും നാം കൊണ്ടുപോവുകയില്ല. ഈ ബോധ്യമുണ്ടെങ്കിൽ ഇത്രയും പോലീസ് സ്റ്റേഷനുകൾ വേണോ? ഇത്രയും കോടതികൾ വേണോ? ഇത്രയും കോലാഹലങ്ങൾ വേണോ? ഇത്രയും ബഹളങ്ങൾ വേണമോ? എൻ്റെ ദൈവമേ, ആരാധനയുടെ പേരിൽ നടക്കുന്നതായ ബഹളങ്ങൾ. ആത്മികരോ, ആത്മാവിനെ അനുസരിക്കുന്നവരോ, ആത്മാവിനെ കൈക്കൊള്ളുന്നവരോ, ആത്മാവ് ഹൃദയത്തിൽ ഉള്ളവരോ ശാന്തമായി നിങ്ങൾ ചിന്തിക്കുക പ്രിയപ്പെട്ടവർ. നമുക്ക് നമ്മെ തന്നെ തിരുത്താം.
നമുക്ക് ഇരുട്ടിനെ ശമിക്കേണ്ട, നമുക്കൊരു കൈത്തിരിയെ നിൽക്കാം, നമുക്കൊരു കൈത്തിരിയെ നിൽക്കാം. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവായ യേശു അപ്പോസ്തലന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞുവെങ്കിൽ ഇന്ന് ലോകത്തിന് വെളിച്ചമായി നിൽക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. നിൽക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഒരു കൈത്തിരിയെ നിൽക്കാം, നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് നിൽക്കാം. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നമുക്ക് വീണ്ടും വായിക്കാം കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ ഭൂമിയിൽ നിന്ന് ജനിച്ച ആരാമിക മക്കളായ നന്മയില്ലാത്ത, നീതിമാന്മാരില്ലാത്ത, ഒരു നന്മയുമില്ലാത്ത സാധുവായ മനുഷ്യ, അഹങ്കരിക്കാനൊന്നുമില്ലാത്ത മനുഷ്യ, നിൻ്റെ അവയവങ്ങളിൽ നിന്ന് എന്തെല്ലാമാണ് വരുന്നത്? നിൻ്റെ പഴയ മനുഷ്യൻ്റെ അവയവങ്ങളിൽ നിന്ന്, ചിന്തകളിൽ നിന്ന്, അകത്ത് നിന്ന് എന്തെല്ലാമാണ് വരുന്നത്? നാം കേട്ടു. ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. ഇതെല്ലാം മാനുഷികമായ ബലഹീനതകളാണ്, മാനുഷികമായ സ്വഭാവ ദൂഷ്യങ്ങളാണ്. ഇത് മാറണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, പലർക്കും ആഗ്രഹമില്ല. എന്നാൽ ആഗ്രഹമുള്ളവർക്ക് പോലും അത് സാധിക്കണമെങ്കിൽ എങ്ങനെ സാധിക്കും? സ്തോത്രം. ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ എന്ന് അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിച്ചു, കൊലോസ്യ സഭയെ ഓർപ്പിച്ചു. ഈ അവയവങ്ങൾ എങ്ങനെ മരിക്കും? എന്നിൽ തന്നെയുള്ളതായ ഈ അവയവങ്ങൾ, പഴയ മനുഷ്യൻ്റെ അവയവങ്ങൾ എങ്ങനെ മരിക്കും? ഈ അരുതാത്ത ചിന്തകൾ എങ്ങനെ മാറിപ്പോകും? ഈ അസൂയ എങ്ങനെ മാറിപ്പോകും? ഈ വലിയവനാകണമെന്നുള്ള ആഗ്രഹം എങ്ങനെ മാറിപ്പോകും? ഈ ദുർനടപ്പ് എങ്ങനെ മാറിപ്പോകും? അനേകർ വിഷമിക്കുകയാണ്. ഞാൻ പോലും എത്രയോ ഉന്നതന്മാരായ ആളുകളോടൊരു കാലത്ത് ചോദിച്ചിട്ടുണ്ട്, രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് എങ്ങനെ പാപത്തിന്മേൽ ജയം കിട്ടും? എന്ത് ചെയ്താൽ ജയം കിട്ടും? ഞാൻ പലതും നോക്കി, എനിക്ക് സാധിക്കുന്നില്ല. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കൃത്യമായൊരു ഉത്തരം ഒരിടത്തു നിന്നും കിട്ടിയിട്ടില്ല. വഴിയറിയാത്ത മൂഢന്മാർ, ദൈവത്തിന് സ്തോത്രം. പട്ടണത്തിലേക്ക് പോകുന്ന വഴിയറിയാത്ത മൂഢന്മാർ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇരുട്ടിൽ തപ്പി തടയേണ്ട. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 13-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ കൃത്യമായൊരു ഉത്തരം തരുന്നുണ്ട്. ആരെല്ലാം വലയുന്നുണ്ട്, ആരെല്ലാം ജയയുധം കിട്ടാതെ വലയുന്നുണ്ട്, തകർന്നിരിപ്പുണ്ട്, അവർക്ക് ശ്രദ്ധിക്കുക. റോമർ 8:13. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. സ്തോത്രം. പഴയ മനുഷ്യൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാൻ ആത്മാവിന് മാത്രമേ കഴിയുകയുള്ളൂ. ഒരു മനുഷ്യനും സാധ്യമല്ല. നീ എത്ര ഉന്നത കുലജാതനാണെങ്കിലും നിനക്ക് സാധിക്കയില്ല. നിനക്ക് എത്ര ഡിഗ്രി ഉണ്ടെങ്കിലും സാധിക്കയില്ല. നീ എത്ര കോടീശ്വരനായാലും നിനക്ക് സാധിക്കയില്ല. നിനക്കെത്ര വാക്സാമർഥ്യമുണ്ടെന്ന് പറഞ്ഞാലും നിനക്ക് സാധിക്കയില്ല. നിനക്ക് ഏതെല്ലാം ജനസ്വാധീനമുണ്ടെന്ന് പറഞ്ഞാലും നിനക്ക് സാധിക്കുകയില്ല. എങ്ങനെ സാധിക്കും? ദൈവത്തിന് സ്തോത്രം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. പ്രിയപ്പെട്ടവർ, ഇപ്പോൾ താഴാൻ ആരെല്ലാം ഉണ്ട്, താഴ്ത്താൻ ആരെല്ലാം ഉണ്ട്? സ്വർഗം തുറന്നിരിക്കുന്നതായ ഈ സമയം, ജീവൻ്റെ പുസ്തകം തുറന്നു വച്ചിരിക്കുന്നതായ ഈ സമയം, സ്വർഗം നിങ്ങളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതായ ഈ സമയം, കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാരക്കൽ മുട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിർണായകമായ സമയം, പരിശുദ്ധാത്മാവാ ദൈവം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്ന ഈ സമയം, ഇപ്പോൾ ആരെല്ലാം തങ്ങളുടെ തന്നെ താഴ്ത്താനുണ്ട്? ദൈവത്തിന് സ്തോത്രം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഈ ആത്മാവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. ആത്മാവ് അകത്തേക്ക് വന്നാൽ നിൻ്റെ പഴയ മനുഷ്യൻ്റെ പ്രവൃത്തികളെ അവൻ മരിപ്പിക്കും. നിങ്ങൾക്ക് പ്രയാസമാണ്, പക്ഷേ അവൻ്റെ പ്രയാസവുമില്ല. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. നിങ്ങൾക്ക് ആർക്കെല്ലാം ആഗ്രഹമുണ്ട്? ഇപ്പോൾ ആരെല്ലാം മൗനമായ ദൈവത്തോട് പറയുന്നുണ്ട്, കർത്താവേ, ഈ ആത്മാവിന്, എൻ്റെ പഴയ മനുഷ്യനെ മരിപ്പിക്കുന്ന ആത്മാവിന്, പരിശുദ്ധ ആത്മാവിന് എൻ്റെ ഹൃദയത്തിലേക്ക് തരണമേ. പ്രിയപ്പെട്ടവരെ, എന്ത് വില കൊടുക്കണം? അതിനെന്ത് വില കൊടുക്കണം? അതിനെ നീ ഒന്നും കൊടുക്കണ്ട. നീ പണം കൊടുക്കണ്ട, നിൻ്റെ ഒരു സമ്പത്തും കൊടുക്കണ്ട, നിൻ്റെ ഒന്നും ദൈവത്തിന് വേണ്ട. സർവശക്തനായ ദൈവത്തിന്, സർവജ്ഞാനിയായ ദൈവത്തിന്, സർവവ്യാപിയായ ദൈവത്തിന്, ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചവനായ ദൈവത്തിന്, സർവത്തിൻ്റെ ഉടയവനായ ദൈവത്തിന് നിൻ്റെ നക്കാപ്പിച്ച് ഒന്നും വേണ്ട. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവനതിൻ്റെ ഹൃദയം വേണം. കൊടുക്കാൻ മനസ്സുണ്ടോ? ഹൃദയത്തിന് നിയന്ത്രണം അവൻ ഏറ്റെടുക്കാൻ അവന് മനസ്സാണ്. നിനക്ക് മനസ്സാണോ? ദൈവവേദിൽ നീ ദൈവത്തെക്കാൾ വലിയവനാണോ? അതോ നീ ദൈവത്തിൻ്റെ സൃഷ്ടിയാണോ? നീ താണ്ടിരിക്കേണ്ടവനാണോ? സൃഷ്ടാവായ ദൈവം നിൻ്റെ ഹൃദയത്തിൻ്റെ വാരക്കൽ മുട്ടിവിളിച്ചുകൊണ്ട് നിൽക്കുന്നു. അവൻ നിന്നോട് ചോദിക്കുന്നു, നിൻ്റെ ഹൃദയം എനിക്ക് തരാമോ? സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വീണ്ടും വായിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയും. 2 തെസ്സലോനിക്കർ 2:13. ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും
രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തതുകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടത്, നിങ്ങൾ കേട്ടോ? നാം ആരാണ്? നിങ്ങൾ പറയും, ഞാൻ ബലഹീനനാണ്, ഞാൻ ഒന്നുമില്ലാത്തവനാണ്, ഞാൻ ദരിദ്രനാണ്, ഞാൻ ആരോരുമില്ലാത്തവനാണ്, ഞാൻ അഗതിയാണ്. സ്തോത്രം. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. എന്നാൽ ദൈവമക്കളെ, പിതാവായ ദൈവം നമ്മെ കണ്ടവരാണ്, നമ്മെ തിരഞ്ഞെടുത്തവരാണ്. സ്തോത്രം. ഒന്നുമില്ലായ്മയിൽ നിന്നെ തിരഞ്ഞെടുത്ത ദൈവം സ്നേഹിച്ച ദൈവം. സ്തോത്രം. നിത്യനായ ദൈവം സ്നേഹിച്ചവനായ ദൈവവൈതൽ. ആ ബോധം നിങ്ങൾക്ക് എത്ര പേർക്കുണ്ട്? അതാണ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശദീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു. സ്തോത്രം. ആത്മാവ് വിശദീകരിക്കുന്നതിന് വേണ്ടി, രക്ഷയുടെ സന്തോഷത്തിലേക്ക് നടത്തുന്നതിന് വേണ്ടി പിതാവായ ദൈവം തിരഞ്ഞെടുത്ത ദൈവവൈതലാണ് നീ. അവൻ്റെ സ്വർഗത്തിൻ്റെ കാര്യപരിപാടിയിൽ ഉൾപ്പെട്ടവനാണ് നീ. അല്ലാതെ നിനക്ക് ഇവിടെ വരാൻ കഴിയുകയില്ല. പിതാവായ ദൈവം ആകർഷിക്കാറ് എൻ്റെ അരികിലേക്ക് വരുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് കർത്താവായ യേശു പറഞ്ഞു. ദൈവവചനത്തിന് മുമ്പിൽ നീ വരണമെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ ആകർഷണത്തിൻ്റെ മേലുണ്ട്. നീ ഒറ്റയ്ക്കല്ല, നീ അനാഥനല്ല, നീ തന്നെ വന്നതല്ല, ദൈവം നിന്നെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവർ, എന്തിനാണ് അവൻ കൂട്ടിക്കൊണ്ട് വന്നത്? അവൻ്റെ തിരഞ്ഞെടുപ്പിനും പ്രകാരം, അവൻ്റെ മുന്നറിവിൻ പ്രകാരം, അവൻ്റെ പദ്ധതിയിൽപ്പെട്ടവനാണ് നീ. അവൻ്റെ സാക്ഷിയായി തലമുറയിൽ നിൽക്കേണ്ടവനാണ്. അവന് വേണ്ടി കൈ ഉയർത്തേണ്ടവനാണ്. അവന് വേണ്ടി നീ വായി തുറക്കേണ്ടതാണ്. അവന് വേണ്ടി നീ ജീവിതം നീ കൊടുക്കേണ്ടതാണ്. അവന് വേണ്ടി നീ ഓടി നടന്ന് പ്രവർത്തിക്കേണ്ടതാണ്. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സുണ്ടോ പ്രിയപ്പെട്ടവർ? സ്തോത്രം. പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ പിറന്നവനായ മോശ, സ്തോത്രം, അവനെ നിങ്ങൾ ഇസ്രായേൽ ജനിക്കുന്ന സകല ആൺകുഞ്ഞുങ്ങളെയും നദിയിൽ വലിച്ചെറിഞ്ഞിടണമെന്ന് കർശനമായ ഫറവോൻ്റെ കൽപ്പന നിലവിലെക്കുന്നതായ കാലത്ത് ജനിക്കപ്പെട്ടവനായ മോശ. എന്നാൽ ആ മോശയെ ദൈവം കണ്ടു. സ്തോത്രം. അവൻ നശിക്കാനുള്ളവനല്ല. സ്തോത്രം. പ്രിയപ്പെട്ടവർ, മോശയുടെ ജീവിതത്തിൽ 3 ഘട്ടങ്ങളുണ്ട്. ഞാൻ എൻ്റെ വിഷയമല്ല, പറയട്ടെ. 140 വർഷം ഇസ്രായേലിലെ കൊട്ടാരത്തിൽ സകല സൗഭാഗ്യങ്ങളും സകല നന്മകളും കണ്ട്, ഈ ലോകത്തിലേതായ സർവ്വ നന്മകളും കണ്ട് ജീവിച്ചവൻ. സ്തോത്രം. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഫറവോൻ്റെ സിംഹാസനത്തിന് തൊട്ട് പുറകിലാണ് അവൻ്റെ ഭണ്ഡാരപ്പുര. ആ ഭണ്ഡാരപ്പുര മോശ കണ്ടിട്ടുണ്ട്. ആ ഭണ്ഡാരപ്പുഴ മുഴുവൻ നിറഞ്ഞിരിക്കുന്നതായ വലിയ സമ്പത്ത് അത് ഈ മോശ കണ്ടിട്ടുണ്ട്. മോശക്കറിയാം, ഞാൻ അടുത്ത ഫറവോനാകേണ്ടവനാണ്. ഇന്നത്തെ ഫറവോൻ്റെ കാലം കഴിഞ്ഞാൽ അടുത്ത ഫറവോനാകേണ്ടവനാണ്. ഈ ഭണ്ഡാരപ്പുരയുടെ അധിപനാകേണ്ടവനാണ്. മിസ്രൈമിലെ ഫറവോനാകേണ്ടവനാണ്. സ്തോത്രം. എന്നാൽ അവൻ ദൈവം കണ്ട ദൈവവൈതലാണ്. പ്രിയപ്പെട്ടവർ, ഇവിടേക്ക് നിങ്ങൾ ഓരോരുത്തരും ദൈവം കണ്ട ദൈവമക്കളാണ്. മോശ എന്ത് ചെയ്തു? 40 വർഷം മിസ്രൈമിൽ താമസിച്ചു. അവൻ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന് നിന്ന വലിയ ധനമെന്ന് എണ്ണി. സ്തോത്രം. ഈ തലമുറയിൽ ദൈവം സ്നേഹിക്കുന്ന ദൈവജനമേ, ദൈവം തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന ദൈവജനമേ, ദൈവത്തിൻ്റെ ആകർഷണ വലയത്തിൽപ്പെട്ടിരിക്കുന്ന ദൈവജനമേ, നിങ്ങൾക്ക് ഈ ഭൂമിയിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിനെ നീന്തുന്ന വലിയ ധനമെന്നെണ്ണാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ക്രിസ്തുവിന് വേണ്ടി കഷ്ടമനുഭവിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ക്രിസ്തുവിനെ വഹിക്കുന്ന ഒരു കഴുതിയായി തലമുറ നിൽക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? കല്ലെറിയും, ആക്ഷേപിക്കും, ഇല്ലാത്ത ആരോപണങ്ങളെല്ലാം പറയും, നിങ്ങളെ തേജോവധം ചെയ്യും, ഒക്കെ ശരിയാണ്. എന്നാൽ ഈ തലമുറയിൽ ക്രിസ്തുവിനെ വഹിക്കുന്ന ഒരു കഴുതിയായി ഞാൻ നിൽക്കും. തീരുമാനിക്കാൻ ആരുണ്ട്? സമർപ്പിക്കാൻ ആരെല്ലാം ഉണ്ട്? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വായിക്കാം പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് പ്രകാരം പറയും. 1 പത്രോസ് 1:2. പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വ്രതന്മാരായവർക്ക് എഴുതുന്നത്. അപ്പോസ്തലനായ പത്രോസ് ലേഖനം എഴുതിയപ്പോൾ താൻ എന്തിനാണ് ലേഖനം എഴുതുന്നതെന്ന് കൃത്യമായി പറഞ്ഞു. പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശദീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വ്രതന്മാരുമായവർക്ക് എഴുതുന്നത്. എന്താണ് എഴുതിയത്? നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. സ്തോത്രം. ദൈവകൃപ നിങ്ങൾ നിറയുമാറാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നിങ്ങൾ നിറയുമാറാകട്ടെ. സമാധാനത്താൽ നിങ്ങൾ നിറയട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ടവർ, നമുക്ക് വേണ്ടിയിരിക്കുന്ന അവസ്ഥ അതാണ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിക്കുക. നിൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിക്കുക. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു എന്ന നിർമ്മല പുരുഷൻ്റെ അതേ നിർമ്മല നീ സ്വന്തമാക്കുക. ഈ ഭൂമിയിലാണ് പ്രാപിക്കേണ്ടത്. ഈ ഭൂമിയിലാണ് നടക്കേണ്ടത്. ഈ ഭൂമിയിലെ ഈ ഭൗതിക ജീവിതകാലത്ത്, ഈ കാലത്ത് കട്ടതയ്ക്ക് നിന്നെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ശുദ്ധീകരണത്തിനായി തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച്
അനുസരണം കാണിപ്പാനും ദൈവവചനം അനുസരിപ്പാനും. കർത്താവെ, ഇന്ന് മുതൽ ഞാൻ കേൾക്കുന്ന വചനം പൂർണ്ണമായി അനുസരിച്ചു കൊള്ളാം, ഞാൻ നിന്നെ സ്നേഹിച്ചു കൊള്ളാം. രണ്ടേറ്റയുടെ തീരുമാനങ്ങൾ. സ്തോത്രം. ദൈവയിൽ നീ ഏതവസ്ഥയിലാണെങ്കിൽ നിനക്ക് സാധിക്കും, നീ ഏത് സ്ഥിതിയിലാണെങ്കിൽ നിനക്ക് സാധിക്കും. നീ രോഗാവസ്ഥയിലാണെങ്കിലും ആരോഗ്യ ദൃഢഗാത്രമാണെങ്കിലും നിനക്ക് സാധിക്കും. നീ ധനവാനാണെങ്കിലും ദരിദ്രനാണെങ്കിലും സാധിക്കും. നീ പണ്ഡിതനാണെങ്കിലും പാപരനാണെങ്കിലും സാധിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. നീ ആ ലാസറിനെ പോലെയാണോ നിനക്ക് സാധിക്കും. സ്തോത്രം. ആത്മാവിൻ്റെ വിശദീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി. പ്രിയപ്പെട്ടവർ, തിരുരക്തത്തിൻ്റെ തളിപ്പ്. സ്തോത്രം. സത്യവചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഹൃദയം താഴ്ത്തുന്നവർക്ക് യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താലുള്ളതായ തളിക്കലുണ്ട്. സ്തോത്രം. ശുദ്ധീകരണമോടെ നടക്കുകയാണ്. നീ ഒന്നും അറിയണ്ട, എല്ലാം സ്വർഗം നിവർത്തിച്ചുകൊള്ളും, എല്ലാം സ്നേഹവാനായ ദൈവം നിനക്ക് ചെയ്തു തന്നുകൊള്ളും. ആ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിന് തളിക്കൽ അനുഭവിക്കുന്ന വ്രതന്മാർക്കുമായവർക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ടവർ, സത്യവചനത്തിന് മുൻപിലേക്ക് നിങ്ങൾ വന്നാൽ കൃപയും സമാധാനവും കൊണ്ട് നിങ്ങൾ നിറയും. ദൈവസ്നേഹത്താൽ നിങ്ങൾ നിറയും, ദൈവത്തിൻ്റെ സമാധാനത്താൽ നിങ്ങൾ നിറയും. കർത്താവായ യേശു പറഞ്ഞു, ഞാൻ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ആ സമാധാനം ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല, ലോകത്തിന് തരുവാനോ ലോകത്തിന് എടുത്തു കളയാൻ കഴിയാത്തതുമായ സമാധാനം. ആ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആ സമാധാനം ഏതോ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുവോ അവനിലാണ് ഈ സമാധാനം. ധ്യാനിക്കുന്ന ആത്മാവേ, വചനം കേൾക്കുന്ന ദൈവവൈതലേ, ഈ സമാധാനം നീ അനുഭവിക്കുന്നുണ്ടോ? ഈ ലോകത്തിലെ സമ്പത്തിന് സമാധാനമല്ല, ഈ ലോകത്തിലെ പുത്രസമ്പത്തിന് സമാധാനമല്ല, ഈ ലോകത്തിലെ പദവികളുടെ സമാധാനമല്ല, ഈ ലോകത്തിലെ ബഹുജന സമ്മതനാണെന്നുള്ള സമാധാനമല്ല. ദൈവീക സമാധാനം, പരിശുദ്ധാത്മാവ് ദാനമായി തരുന്ന സമാധാനം, നിത്യമായ സമാധാനം, ശാശ്വതമായ സമാധാനം, ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത സമാധാനം. ആ സമാധാനമൊക്കെ തരാമെന്ന് കർത്താവ് പറയുന്നു. സ്തോത്രം. നമുക്ക് വീണ്ടും വായിക്കാം. തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 6-7 വാക്യങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നു. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ. സ്തോത്രം. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് അവൻ്റെ ദാനമായ കൃപ നമ്മുടെ മേൽ വന്നതുകൊണ്ട് പാപികളായ നമ്മെ ദൈവം നീതീകരിച്ചു. സ്തോത്രം. എല്ലാം സൗജന്യമായ കൃപയാണ്. പ്രിയപ്പെട്ടവർ, ദൈവം നമ്മെ നീതീകരിച്ചു. പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് നാം പ്രത്യാശിക്കുന്നത് എന്താണ്? നിത്യജീവൻ്റെ അവകാശികളായി തീരണം. ക്രിസ്തുവിൻ്റെ ജീവൻ എന്നിലേക്ക് വരണം. നിത്യമായ ജീവൻ ഈ ഭൂമിയിലെ താൽക്കാലികമായ ജീവനല്ല. ഈ ഭൂമിയിൽ താൽക്കാലിക വാസത്തിൽ സമയത്ത് നിത്യനായ ദൈവത്തെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ആ നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന്, പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും. സ്തോത്രം. പുനർജനന സ്നാനം. ഹല്ലേലൂയ. വീണ്ടുജനനത്തിൻ്റെ അനുഭവം അത് സമർപ്പണമാണ്. അത് നിൻ്റെ അടുക്കളയിലാകാം, അത് നിൻ്റെ കൊച്ചുമുറിയിലാകാം, അത് നിൻ്റെ കീറപ്പായിരുന്ന് കൊണ്ടാകാം. പുനർജനന സ്നാനം. പ്രിയപ്പെട്ടവർ, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ തന്നെ താഴ്ത്തിയാൽ നിനക്ക് ആ സ്നാനം കിട്ടും. ആത്മസ്നാനം നിനക്ക് കിട്ടും. പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ. സ്തോത്രം. നിങ്ങൾ ഹൃദയത്തെ താഴ്ത്തുമെങ്കിൽ, നിങ്ങളൊരാവശ്യക്കാരായി നിങ്ങളിരിക്കുമെങ്കിൽ നിങ്ങളുടെ മേൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ദൈവം പകർച്ചു തരും. പരിശുദ്ധാത്മ സ്നാനം നിങ്ങൾക്ക് തരും. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അത് കർത്താവായ യേശു ക്രിസ്തു ഓർപ്പിച്ചതാണ്. അത് യോഹന്നാൻ സ്നാപകൻ യോർദാനയുടെ കരയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞതാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു: ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായകയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. സ്തോത്രം. നിത്യനായ ദൈവത്തെ എങ്ങനെ മനുഷ്യനെ അറിയും? നിസ്സാരനായ മനുഷ്യനെ എങ്ങനെ ദൈവത്തെ അറിയും? ഈ ലോക മനുഷ്യന്, ദൈവം വിഷയമല്ലാത്ത മനുഷ്യന് ദൈവത്തെ കാണുവാനോ അറിയുവാനോ അനുഭവിക്കുവാനോ സാധിക്കുകയില്ല. സ്തോത്രം. ഇന്ന് അനേക വചന ശുശ്രൂഷകൾ തന്നെയാണ് നടക്കുന്നത്. ജനം പോയി നിന്ന് കേൾക്കുന്നു, എന്ത് കേൾക്കുമെന്ന് അറിഞ്ഞുകൂടാ, പറയുന്നത് എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. മനുഷ്യൻ വെറുതെ കൂടി വരുന്നു, പ്രയോജനമില്ലാത്ത കൂടിവരവുകൾ. എന്നാൽ കർത്താവ് എന്താണ് പറഞ്ഞത്? നിങ്ങളോ അവൻ നിങ്ങളോട് ഇരിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. സ്തോത്രം. ദൈവത്തെ എങ്ങനെ അറിയാൻ പറ്റും പ്രിയപ്പെട്ടവർ? എങ്ങനെ ദൈവത്തെ അറിയാം?
ഈ അന്ത്യകാല തലമുറയിൽ ദൈവത്തോടെ എങ്ങനെ ജീവിക്കാം, എങ്ങനെ ഈ സമാധാനം അനുഭവിക്കാം? നിങ്ങളോ അവൻ നിങ്ങളോട് വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട്. സ്തോത്രം. വേറൊരു മാർഗവുമില്ല. വേറെ എത്ര പള്ളി പണി കൊടുത്താലും സാധ്യമല്ല, എത്ര പെരുന്നാൾ നടത്തിയാലും സാധ്യമല്ല, നീ വേറെ എന്തെല്ലാം പ്രാർത്ഥന എത്ര ചടങ്ങുകൾ ആചരിച്ചാലും സാധ്യമല്ല. അവൻ നിങ്ങളോട് വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നിങ്ങളവനെ അറിയുന്നു. സ്തോത്രം. പിതാവായ ദൈവത്തെ ആരും കണ്ടിട്ടില്ല, അവനെ ആർക്കും കാണാൻ സാധിക്കുകയുമില്ല. എന്നാൽ അവൻ ആരാണ്, എങ്ങനെയുള്ളവരാണെന്ന് കാണിച്ചു തരുവാൻ കർത്താവായ യേശു ക്രിസ്തു എന്ന ഏകജാതനായ പുത്രൻ ഈ ഭൂമിയിലേക്ക് പൂർണ്ണ മനുഷ്യനായി വന്നു. പിതാവായ ദൈവം എങ്ങനെയുള്ളവനാണെന്ന പുത്രൻ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. ദൈവത്തിന് സ്തോത്രം. തൻ്റെ ജീവനം കൊണ്ട് കാണിച്ചു തന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ആ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളിൽ വസിക്കുകയും അവൻ്റെ ആത്മാവ് നിങ്ങൾ ഇരിക്കുകയും നിങ്ങൾ വസിക്കുകയും ചെയ്താൽ നിങ്ങളവനെ അറിയും. സ്തോത്രം. ദൈവത്തെ അറിയാൻ വേറെ ഒരു മാർഗവുമില്ല. നമുക്ക് നമ്മൾ തന്നെ താഴ്ത്ത ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നു. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, എനിക്ക് നിങ്ങളെക്കുറിച്ച് പ്രതീക്ഷയുണ്ട്, നിങ്ങളെന്നെ സന്തോഷിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ഹൃദയം സന്തോഷിക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെയുള്ളവരാകണം? ആത്മാവിൻ്റെ കൂട്ടായ്മയുണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുകയും. സ്തോത്രം. വിശ്വാസിയുടെ മനോഭാവം എങ്ങനെയായിരിക്കണം? വളരെ വ്യക്തമായി അപ്പോസ്തലൻ ഓർപ്പിച്ചു. ആത്മാവിൻ്റെ കൂട്ടായ്മ, ആ കൂട്ടായ്മ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരാകും, നിങ്ങൾ ഏക സ്നേഹമുള്ളവരാകും, നിങ്ങൾ ഐകമത്യപ്പെടും, നിങ്ങൾ ഏക ഭാവമുള്ളവരാകും. ക്രൈസ്തവ സമൂഹമേ ഇന്ന് നമുക്കുണ്ടോ? നമ്മുടെ സമൂഹങ്ങളിലുണ്ടോ? നമ്മുടെ കൂട്ടായ്മകളിലുണ്ടോ? നമ്മുടെ ദൈവാലയങ്ങളിലുണ്ടോ? നമ്മുടെ ഭവനങ്ങളിലുണ്ടോ? നമുക്ക് തിരുത്താൻ സമയമായോ? ദൈവവേദില് ഭദ്രം കിടക്കുന്ന ദൈവവേദില് നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാരൊക്കെ നിൽക്കുന്നുണ്ട്. സ്വർഗം തുറന്നിരിപ്പുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഇപ്പോൾ അത് ലഭിക്കും. കർത്താവേ, ഈ ലോക സന്തോഷങ്ങളോട് ഞാൻ എന്നേക്കുമായി യാത്ര പറയുന്നു. ഈ ലോകത്തിലെ ജീവിതത്തോട് ഞാൻ യാത്ര പറയുന്നു. എൻ്റെ ഹൃദയം ഞാൻ നിനക്കായി തുറക്കുന്നു. കർത്താവേ, ഹൃദയത്തിലേക്ക് വരണമേ. പാപിയായ എൻ്റെ ഹൃദയത്തിലേക്ക് വരുവാൻ അവിടുത്തെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകിയാൽ മതി. ഞാനത് അറിയുന്നു. തിരുരക്തത്താൽ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ വാഴണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ ഒരുക്കണമേ. ആത്മാവിൻ്റെ ആരാധന ഞങ്ങൾക്ക് തരണമേ. ആളാം പ്രതി അനുഗ്രഹിക്കണമേ. എല്ലാവരും അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ. മാനവ മോഹത്തോടെ എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.